ഹലോ, വെൽക്കം ബാക്ക് ടു എൽക്സ്റ്റോക്സ്. നമസ്കാരം, ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ചില വ്യക്തികൾക്ക് അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കുന്ന സമയത്ത്, പെട്ടെന്ന് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായി കൂടുന്നു. അതുപോലെ തന്നെ ശ്വാസം മുട്ടനുഭവപ്പെടുന്നു, ശരീരം മൊത്തം വിയർക്കുന്നു, കണ്ണിലിരുട്ട് കയറുക, അതേപോലെ തലയും ശരീരവുമെല്ലാം ഒരു പെരുപ്പ് അനുഭവപ്പെടുക, ശരീരത്തിന്റെ ഭാരം വല്ലാതെ കുറഞ്ഞു പോവുക, ഹൃദയത്തിൽ നെഞ്ചിൽ എന്തോ ഒരു വസ്തു കയറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നെഞ്ചിന് ഭയങ്കരമായി കനം അനുഭവപ്പെടുക, ഇപ്പോൾ തന്നെ തലകറങ്ങി താഴെ വീഴും അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നൊരു തോന്നൽ അനുഭവപ്പെടുക. ഇത്തരം ലക്ഷണങ്ങളോട് കൂടിയൊക്കെ ഒരു വല്ലാത്ത ഒരു പരവേശത്തിലെത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ചില ആളുകൾ ആകാറുണ്ട്. അപ്പൊ ഈ ലക്ഷണങ്ങളെല്ലാം ഹൃദയാഘാതവുമായി വളരെ സാദൃശ്യമുള്ള ലക്ഷണങ്ങളായതുകൊണ്ട് ശരീരം മുഴുവൻ വെട്ടി വിയർത്ത് അവർ വല്ലാത്തൊരവസ്ഥയിലേക്കാകും. അപ്പോൾ ഈ ഹൃദയാഘാതത്തിന്റെ ലക്ഷണവുമായി വളരെ സാദൃശ്യമുള്ളതുകൊണ്ട് സ്വാഭാവികമായും ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് ECG ഒക്കെ എടുക്കുന്ന സമയത്ത് ഡോക്ടർക്ക് മനസ്സിലാവും ഹൃദയത്തിന് യാതൊരു കുഴപ്പവുമില്ല, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവും. അപ്പൊ ഡോക്ടർ ഇത് ഇവരോട് പറയുമ്പോൾ ഒരുപക്ഷെ രോഗി അത് അത്ര സമ്മതിക്കണം എന്നില്ല. അല്ല, എനിക്ക് ഹൃദയാഘാതം തന്നെയാണ് അല്ലെങ്കിൽ എന്തോ വലിയ അസുഖമാണ് എന്ന് രോഗി ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പാനിക് അറ്റാക്ക് എന്ന്. ഇത് ഒരു ഉത്കണ്ഠാജന്യ രോഗമാണ്, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗമാണ് പാനിക് അറ്റാക്ക് എന്നത്. ഇതേ അവസ്ഥ ഒന്നിലധികം പ്രാവശ്യം, ഒരു മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്ക് നമ്മൾ പാനിക് ഡിസോർഡർ എന്ന് പറയും. ഇത് അതിതീവ്രമായ ഉത്കണ്ഠയുള്ള ആളുകൾക്കോ അതല്ലെങ്കിൽ അത്തരം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ ഈ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തലച്ചോറിലെ ഗാബ എന്ന രാസവസ്തുവിന്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് ഈ പ്രശ്നത്തിന് പ്രധാന കാരണമായി പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ നമ്മളത് ഒരു ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ഒരു മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഏറ്റവും ഉചിതമായ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ തെറാപ്പികൾ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള റിലാക്സേഷൻ തെറാപ്പികൾ അല്ലെങ്കിൽ റിലാക്സേഷനുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള വ്യായാമങ്ങൾ ഈ ഒരു മാനസിക പ്രശ്നത്തിന് വലിയ സഹായമായി മാറാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ തടയിടാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു സൈക്കോ തെറാപ്പി കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിലാക്സേഷൻ എക്സസൈസുകൾ കൊണ്ടോ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെങ്കിലും ഇതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ രോഗി പലപ്പോഴും അതിന് വില്ലിങ് ആവില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെറിയ മാനസിക പ്രശ്നമല്ല. അയാൾക്കിത് എന്തോ ശരീരത്തിന്റെ എല്ലോ മാരകമായ അസുഖമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈക്കോ തെറാപ്പികൾ കൊണ്ടോ അല്ലെങ്കിൽ റിലാക്സേഷൻ തെറാപ്പികൾ കൊണ്ടോ ഒക്കെ ഇതിനൊരു മാറ്റം വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകാതെ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മാനസിക രോഗ വിദഗ്ധന്റെ സഹായം തേടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗാബ എന്ന രാസവസ്തുവിന്റെ അളവിനെ നിയന്ത്രിക്കത്തക്ക തരത്തിലുള്ള അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിക്കേഷൻ എടുക്കുന്നതിലൂടെ വളരെ പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കുറയാൻ സഹായിക്കും. അങ്ങനെ രോഗലക്ഷണങ്ങളെ കുറച്ചുകൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ ഈ സൈക്കോ തെറാപ്പികളും അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൂടെ ഇദ്ദേഹത്തിന്റെ ചിന്താഗതിയിലൊക്കെ മാറ്റി CBTയിലൂടെയൊക്കെ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗിയെ പഴയ അവസ്ഥയിലേക്ക്, പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ വേണ്ട കാര്യം, ഈ രോഗിയെ ഇത് മറ്റ് ശാരീരിക രോഗമല്ലെന്നും അത് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്നും പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത്തരത്തിൽ ശരിയായ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലൂടെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് ഈ പാനിക് ഡിസോർഡർ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ശരിയായ ട്രീറ്റ്മെന്റുകൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ശരിയായ തരത്തിലുള്ള സൈക്കോ തെറാപ്പികളിലൂടെയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ കൂടി ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതായത് ഈ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു കാരണവശാലും ലഹരി വസ്തുക്കളോ അതുപോലെ പുകവലിയോ അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മദ്യം, കഞ്ചാവ്, പുകവലി ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളും ഈ പാനിക് ഡിസോർഡർ ഉള്ളവർക്ക് അവരുടെ ആ രോഗലക്ഷണത്തെ കൂട്ടുന്നതായിട്ട് പറയാറുണ്ട്. ചായ, കാപ്പി പോലുള്ള വസ്തുക്കളൊക്കെ ഈ രോഗലക്ഷണത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ട് അത്തരം സാധനങ്ങളുടെയും ഉപയോഗം കുറയ്ക്കുന്നത് ഈ പ്രശ്നങ്ങളുള്ളവർക്ക് നല്ലതായിരിക്കും. അതുപോലെ ശരിയായ രീതിയിലുള്ള ഉറക്കം, മതിയായ ഉറക്കവും
പ്രോപ്പർ എക്സർസൈസും ഈ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ രാവിലെയുള്ള സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് തന്നെയുള്ള എക്സസൈസ് ആയിരിക്കും ഇവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ ജീവിതക്രമങ്ങളും അതോടൊപ്പം തന്നെ ശരിയായ മെഡിക്കേഷനും അതുപോലെ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ തെറാപ്പികളിലൂടെയും പൂർണ്ണമായി ഈ അസുഖത്തെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.